കൊടുത്തിരിക്കുന്ന പേര് എക്സാമ്പിൾസ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഉദാഹരണങ്ങളാണ്. 12-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ആകെ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം, യേശുവിനെ നോക്കണം, ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. ഇതെല്ലാം ഓർപ്പിക്കുന്ന എന്താണ്? നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി നിൽക്കണം. എൻകറേജ്മെന്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി നമ്മെ ധൈര്യപ്പെടുത്തുന്ന കാര്യമാണ്. 13-ാം അധ്യായത്തിൽ പ്രായോഗിക ജീവിതത്തിലെ കാര്യങ്ങളാണ് മിക്കവാറും എല്ലാം. പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രായോഗിക ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അതിനെ നമുക്ക് കൊടുക്കുവാനായി സാധിക്കുന്നത് എവിഡൻസ് ഓഫ് ഫെയ്ത്ത്. നാം വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണെന്നുള്ളതിന്റെ എവിഡൻസ് ആണ്, അതിന്റെ ലക്ഷ്യങ്ങളാണ്, അതിന്റെ അടയാളങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. എവിഡൻസ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ആ 13-ാം അധ്യായത്തിൽ 4 വിഷയങ്ങളാണ് പൊതുവെയുള്ളത്. അതിന്റെ ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിൽ സൽക്കാരം മറക്കരുത്, അതുപോലെ തന്നെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ ഓർക്കണം, കുടുംബജീവിതം ദൈവവചന പ്രകാരമായിരിക്കണം, അതുപോലെ തന്നെ ഭൗതിക വസ്തുക്കളോട് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ടതായ ചിന്താഗതി, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ ദൈവം ഒരു നാളും കൈവിടുകയില്ല എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്പിരിച്വൽ ഫെലോഷിപ്പ് എൻജോയ് ചെയ്യുന്നവരായിരിക്കണം, ആത്മീയമായ കൂട്ടായ്മയിൽ സന്തോഷിച്ചു പോകുന്നവരായിരിക്കണം വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവേദൻ. രണ്ടാമത് നമ്മൾ ചിന്തിച്ച വിഷയം 7 മുതൽ 9 വരെയുള്ള വാക്യം, 17, 24 വാക്യങ്ങൾ. ലീഡർഷിപ്പ്, ആത്മീയ നേതൃത്വം കൊടുക്കുന്നവരെ, അവർക്ക് കീഴ്പ്പെട്ടിരിക്കുക, സബ്മിറ്റിംഗ് ടു സ്പിരിച്വൽ ലീഡർഷിപ്പ്. അതിനെക്കുറിച്ച് നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായി ചിന്തിച്ചത്. നടത്തുന്നവരെ ഓർക്കുക, റിമെമ്പർ ദം. രണ്ടാമതായിട്ട് ഒബേ ദം, അവരെ അനുസരിക്കുക. ഗ്രീറ്റ് ദം, അവരെ അഭിവാദനം ചെയ്യുക, അവരെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ള 3 കാര്യങ്ങളാണ് ചിന്തിച്ചത്. 3-ാമത്തെ വിഷയമാണ് ആത്മീയ ആരാധനയിൽ നാം പങ്കാളികളായിരിക്കുക എന്നുള്ളത്, ഷെയറിംഗ് ഇൻ സ്പിരിച്വൽ വർഷിപ്പ്. അതില് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ക്രിസ്തുവിന്റെ സ്ഥാനം, യേശു കർത്താവ് പാളയത്തിന് പുറത്താണ്. അതുകൊണ്ട് നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. യെരുശലേം അധികം താമസിയാതെ യെരുശലേമിന്റെ പ്രതാപമെല്ലാം തീരും. ദേവാലയത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല, ദേവാലയവും ആരാധനയും പുരോഹിതന്മാരും കാണുകയില്ല. എന്നാൽ നിലനിൽക്കുന്ന ഒരു നഗരം നമുക്കുണ്ട്, നമുക്കൊരു യാഗപീഠമുണ്ട്. അതാണ് ആ ലേഖനകാരൻ എബ്രായ ക്രിസ്ത്യാനികളോട് പറയുന്നത്. ആ യാഗപീഠം ദൈവമാണ്, യേശുക്രിസ്തുവാണ്. നമ്മുടെ നഗരം ഈ ഭൂമിയിലുള്ളതല്ല, വരുവാനുള്ളതിനാണ് നാം കാത്തിരിക്കുന്നത്. അതാണ് നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ കഴിഞ്ഞ മുമ്പത്തെ സൺഡേയിൽ പഠിച്ചു നിർത്തിയത് ആത്മീയ ആരാധനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കാളകളെയും ആടുകളെയും അക്ഷരികമായി ഇനി യാഗം അർപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലായി ദൈവപുത്രന്റെ യാഗം കൊണ്ട് അതെല്ലാം നിവൃത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും നാം ചെയ്യേണ്ടത് കണ്ടിന്യൂവൽ വർഷിപ്പ്, എന്നും ആരാധിക്കണം. ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രം ആരാധിക്കുന്നവരായിട്ടല്ല, അല്ലെങ്കിൽ ചില മാസങ്ങൾ, ദിവസങ്ങളൊക്കെ പഴയ നിയമത്തിൽ ദൈവം പ്രമാണമായി കൊടുത്തിരുന്നു, അത് മാത്രം ആചരിക്കുന്നവരായിട്ടല്ല, ദൈവത്തിന് യാഗം അർപ്പിക്കുകയും. എവിടെ നമ്മൾ വായിച്ചത് എന്താണ്? അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം, ഇടവിടാതെ അർപ്പിക്കണം. അക്ഷരികമായി മെറ്റീരിയൽ വസ്തുക്കളെക്കാൾ ഉപരിയായി ദൈവം സ്വീകരിക്കുന്നത് നമ്മുടെ വായിൽ നിന്നുള്ള സ്തുതി സ്തോത്രങ്ങളാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നന്ദി നിറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം, ദൈവത്തിന് പറയുന്ന ആരാധന, ദൈവത്തിന് പറയുന്ന സ്തുതി, അതെന്താണ്? അത് യാഗങ്ങളാണ്. നാം വായിക്കുന്നു, തടിപ്പിച്ച കാളകളെ യാഗം അർപ്പിക്കുമെന്നൊരു ദൈവഭക്തൻ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാറ്റനിങ് കൗസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഓക്സൻസ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമേറിയത്, നല്ലത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? ഒരു പുതിയ വിശ്വാസി ദൈവത്തിന് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുകയാണ്. ദൈവത്തിന് കൊടുക്കുന്നത് അവനുള്ളതായ ശബ്ദത്തിന്റെ ബെസ്റ്റ്, അവനുള്ള ആരോഗ്യത്തിന്റെ ബെസ്റ്റ്, അവനുള്ള കഴിവിന്റെ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കുവാനിടയാകണം. എന്നാൽ പലപ്പോഴും മനുഷ്യരായ നാം ഏറ്റവും കഴിവില്ലാത്ത ശൂന്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് കൊടുക്കുവാനാണ് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. നമ്മുടെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി
എനർജി എല്ലാം നാം സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഉറക്കവും തൂങ്ങി ശരീരവും ക്ഷീണിച്ച് വിഷമിച്ച് ജോലിയുടെ ടെൻഷനും വീട്ടിലെ ടെൻഷനും ഒക്കെ ആയിട്ട് വന്നിരുന്ന ആരാധന അത് തടുപ്പിച്ച കാലങ്ങളെ അടവർപ്പിക്കുന്ന ആരാധനയായി ചെയ്യത്തില്ല. നാം ദൈവത്തിന് കൊടുക്കാവുന്ന ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണം. എന്റെ ചിന്താഗതിയിൽ ആരാധനയ്ക്ക് അറ്റ്ലീസ്റ്റ് സൺഡേ ആരാധനയ്ക്ക് വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് പല രീതിയിലുള്ള ചിന്താഗതികളുണ്ട്. നമുക്ക് നല്ലപോലെ ആഹാരം കഴിച്ചിട്ട് ആരാധിക്കാൻ പ്രയാസമുള്ളവര് ആഹാരം കഴിക്കാതെ വരണം. എന്നാൽ ആഹാരം കഴിച്ചേച്ച് ആരാധിക്കാനാണ് കംഫോർട്ടബിൾ എന്ന് തോന്നുന്നെങ്കിൽ ആഹാരം കഴിച്ചേച്ച് യാഗം കഴിക്കണമെന്നാണ് എന്റെ ചിന്ത. ആരാധിക്കണമെന്നുള്ളതാണ്. കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റായുള്ള രീതിയിൽ നമുക്ക് ദൈവത്തിന് കൊടുക്കാവുന്ന മാക്സിമം നാം ദൈവത്തിന് കൊടുക്കണം. നമുക്ക് എവിടെ നിന്നോ ഒക്കെ ഉണ്ടായ ചിന്താഗതി കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ പലരും, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, കർത്തൃമേശ ഉള്ളതുകൊണ്ട് കർത്തൃമേശ കഴിഞ്ഞ് ആഹാരം കഴിക്കുമെന്ന് തീരുമാനിക്കുന്നവരുണ്ട്. അത് തെറ്റൊന്നുമല്ല, പക്ഷെ അത് വേദോത്സവത്തിന്റെ ആധാരമൊന്നുമല്ല. വേദോത്സവത്തിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വേദോത്സവത്തിന് മുമ്പേ അവരെ ഭക്ഷണം കഴിച്ചൊക്കെയാ ചെയ്തിട്ടുള്ളതൊക്കെ. എന്നാൽ നമ്മുടെ ചിന്താഗതിയിൽ അതൊരു നല്ലതല്ല എന്ന് തോന്നുന്നത് ഇറ്റ്സ് ഓക്കെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിന് ചുരുക്കം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ദൈവത്തിന് കൊടുക്കാവുന്ന ബെസ്റ്റ് കൊടുക്കണം. ദൈവത്തെ ആരാധിക്കണം. സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ച ഒരു ദൈവദാസൻ ഓർപ്പിച്ചതല്ല, നമ്മുടെ സ്തോത്രത്തിന്റെ ശക്തി അത്രമാത്രം വിലയേറിയതാണ്. അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്തോത്രമാകുമ്പോൾ അത് ശക്തിയേറിയതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് എംഫസൈസ് ചെയ്ത് പ്രസന്റ് ടു പ്രൈസ് എന്നുള്ള ബുക്കിലെ ഒരു ഉദാഹരണം മാത്രം പറയുവാനിടയായി തീർന്നു. അങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടി, സ്തുതിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കണ്ടിന്യൂവൽ വർഷിപ്പ്, ദൈവത്തെ ആരാധിക്കുവാൻ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ 13-ാം അധ്യായത്തിൽ. എവിഡൻസ് ഓഫ് ഫെയ്ത്തിന്റെ എൻജോയിങ് സ്പിരിച്വൽ ഫെലോഷിപ്പ്, സബ്മിറ്റിംഗ് ടു സ്പിരിച്വൽ ലീഡർഷിപ്പ്, ഷെയറിംഗ് ഇൻ സ്പിരിച്വൽ വർഷിപ്പ്. അതാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാമതൊരു വിഷയം കൂടെ ഉള്ളത് എക്സ്പീരിയൻസിങ് സ്പിരിച്വൽ ലോർഡ്ഷിപ്പ്. കർത്താവ് അവൻ ആരാണ് എന്നുള്ളതാണ്. 20-21 വാക്യങ്ങൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അവിടെ വരെ ആയിട്ടില്ല. അപ്പോൾ ഇവിടെ പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക, അത് നമ്മുടെ ആ ടോപ്പിക്കിലെ ഒരു വിഷയം. 2ാമത്തെ വിഷയം അവന് ആരാധന കഴിക്കണം. സ്പിരിച്വൽ യാഗങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സ്പിരിച്വൽ വർഷിപ്പ്, ആത്മീയ യാഗങ്ങൾ, ഒരു ദൈവവേദൽ കഴിക്കേണ്ട ആത്മീയ യാഗങ്ങൾ. പുതിയ നിയമത്തിൽ പാപയാഗം അല്ലെങ്കിൽ സമാധാന യാഗം, അകൃത്യയാഗം എന്നിങ്ങനെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ യാഗങ്ങളില്ല. എങ്കിലും പുതിയ നിയമത്തിൽ പല രീതിയിലുള്ള യാഗങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ പറയാണ് അധരഫലം എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനെ കുറിച്ച്. അത് സ്തോത്രയാഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 50-ാം സങ്കീർത്തനത്തിലും 23-ാം വാക്യത്തിലും പഴയ നിയമ ആരാധന നടക്കുന്ന സമയത്ത് തന്നെ ദാവീദ് പറയാണ്, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന അതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. സ്തോത്രയാഗം പുതിയ നിയമത്തിലുള്ളതാണ്, ദൈവത്തിന് കൊടുക്കേണ്ട യാഗമാണ്. ഇവിടെ ഇനി അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മളൊന്ന് വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 2:17 എന്ന് വായിക്കാം. ഫിലിപ്പിയർ 2:17 വേറൊരു യാഗത്തെ കുറിച്ച് അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ, വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദായുടെ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ധരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറയുന്നത് വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പരിചയമുള്ള വാക്യമാണ് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുന്നു ദൈവത്തിന് യാഗം അർപ്പിക്കണം. ആ യാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ജീവനും പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീനെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ശരീരയാഗം അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഡിക്കേഷൻ, നമ്മുടെ
ശരീരം, അവയവങ്ങളെ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 6-ാം അധ്യായം 20-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 6:20 നാം വായിക്കുന്ന എന്താണ്? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ശരീരയാഗത്തെ കുറിച്ച്, സ്തോത്രയാഗം, വിശ്വാസയാഗം, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിഷ്ഠ, ശരീരത്തെ സമർപ്പിക്കുന്നത്, അത് ശരീരയാഗമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബ് തന്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയാണ്, നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്ത എന്താണെന്നറിയാമോ? അവിടെ പറയാണ്, ചണ്ടയും കലഹവും നിങ്ങളുടെ ശരീരത്തിലുള്ളപ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലുള്ളപ്പോൾ, നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് നിങ്ങൾ വല്ലാതെ യാചിക്കാൻ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. എന്നാൽ ഒരു ദൈവവേദൽ അവന്റെ ശരീരത്തെ, അവരവരുടെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രയാഗം, വിശ്വാസയാഗം, ശരീരയാഗം. ഇവിടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം 15-16 വാക്യമാണ് എബ്രായലേഖനം. അവിടെ യാഗത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന നന്മയും കൂട്ടായ്മയുമാണ് യാഗം. അതിനെ കുറിച്ചാണ് ഇന്ന് കുറച്ചുകൂടെ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഫിലിപ്പി ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം, ഫിലിപ്പിയർ 4:18 പൗലോസ് പറയാണ്, നിങ്ങൾ എനിക്ക് അയച്ചു തന്നത് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഭൗതിക നന്മയിൽ നിന്ന് പൗലോസിന് കൊടുത്ത ആ വസ്തുവിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഭൗതിക നന്മയെ കുറിച്ച്, ആ പണത്തെ കുറിച്ച് പറയുന്നു. അത് ക്രിസ്തുവിന്റെ എടുത്തവരുടെ വായിച്ചാൽ സൗരഭ്യവാസനയായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾ കൊടുത്തയച്ചത്. അത് എന്താണ്? ദൈവത്തിന് പ്രസാദമുള്ള സൗരഭ്യവാസന പരത്തുന്ന യാഗമായി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നാം കൊടുക്കുന്നത് അതെത്ര വിലയേറിയ കാര്യമാണെന്ന് നാം മറന്നു പോകരുത്. അത് നാം ഒരു വിഷമം കൊണ്ട് ഇങ്ങനൊരു ആവശ്യം വന്നു ചോദിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചല്ല. അതൊരു യാഗമായി, സൗരഭ്യവാസന പരത്തുന്ന യാഗമായിട്ടാണ് ദൈവം അംഗീകരിക്കുന്നത് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, എഫേസ്യർ 5:2 വാക്യത്തിൽ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീനെന്ന് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ്. അത് യാഗമായിട്ടാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. എടുത്തവരുടെ വാക്യം എഫേസ്യർ 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ, ക്രിസ്തു സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിന. അപ്പോൾ ക്രിസ്തു ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗമായി സമർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുന്ന ഒരു ദൈവവൈതലിന്റെ ആ സ്നേഹത്തിലുള്ള നടപ്പിനെ കുറിച്ച് പറയുന്നത് അത് സൗരഭ്യവാസനയുള്ള യാഗമാണെന്നാണ്. സ്തോത്രയാഗം, വിശ്വാസയാഗം, ശരീരയാഗം, നന്മയും കൂട്ടായ്മയുമാകുന്ന യാഗം, സൗരഭ്യവാസന പരത്തുന്ന ഈ യാഗം, സ്നേഹത്തിൽ നടക്കുന്നത്. ജാതികളുടെ വഴിപാട് എന്ന റോമാലേഖനം 15-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. റോമിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു യാഗമായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത്. ജാതികൾ എന്ന വഴിപാട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അത് നമ്മൾ വിശദീകരിച്ച് പഠിച്ചാൽ അതിന്റെ അർത്ഥം സുവിശേഷീകരണം, സുവിശേഷ വേല. അത് ഒരു പുതിയ നിയമ വിശ്വാസി അർപ്പിക്കുന്ന യാഗമാണ്. മറ്റുള്ളവർ ദൈവഭാഗത്ത് വരേണ്ടതിനു വേണ്ടി, അന്യര് ദൈവകൃപയെ അനുഭവിക്കാത്തവര് വരുവാൻ വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് ദൈവത്തിന് യാഗമായിട്ടാണ് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള പുതിയ നിയമ യാഗങ്ങൾ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ എബ്രായലേഖനത്തിൽ സ്പിരിച്വൽ വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ഇടപെടാതെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനോട് ചേർത്ത് തന്നെയാണ് 15-16 വാക്യങ്ങൾ. 15-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. ദൈവം പ്രസാദിക്കുന്ന യാഗമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നന്മ, കൂട്ടായ്മ, ഗുഡ് വർക്ക് ആൻഡ് ഫെലോഷിപ്പ്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പോൾ ഇവിടെ മുമ്പേ പറഞ്ഞത് എന്താണ്? ഇടവിടാതെ സ്തോത്രയാഗം അർപ്പിക്കുക എന്നാണ് പറഞ്ഞത്.
അപ്പൊ ഇടവിടാതെ സ്തോത്രയാഗം അർപ്പിക്കുന്നതിനോട് ചേർന്ന് തന്നെ നടക്കേണ്ടതാണ് നന്മ ചെയ്യുന്നതും കൂട്ടായ്മ ആചരിക്കുന്നതുമായ കാര്യങ്ങൾ. നന്മ ചെയ്യുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുന്നത് സ്തോത്രം അർപ്പിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ ഒന്നാം വാക്യം തുടങ്ങുമ്പോൾ തന്നെ 13ന്റെ തുടക്കം തന്നെ എന്താണ്? സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. എന്നിട്ട് പിന്നീട് താഴോട്ട് വരുമ്പോൾ പറയാണ്, തടവുകാരെ നിങ്ങൾ കൺസേൺ ചെയ്യണം. തടവുകാര് എന്നോർത്ത് നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും. തടവുകാരെ കഷ്ടം അനുഭവിക്കുന്നവരെ ഓർക്കണം, അതിഥി സൽക്കാരം മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. നമുക്ക് ചിലര് പഠിപ്പിക്കുമ്പോൾ നന്മയും കൂട്ടായ്മയും ഒരു വിഷയമായിട്ടാണ് പറയുന്നത്. നന്മ ചെയ്യുന്നതും കൂട്ടായ്മയും ഇത് ഒന്നിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. കൂട്ടായ്മയുടെ വലങ്കൈ, കൂട്ടായ്മയെ കുറിച്ചൊക്കെ ഫിലിപ്പി ലേഖനത്തിലുണ്ട്, അത് നമ്മൾ വേണ്ടി വന്നാൽ പഠിക്കാം. എന്നാൽ കൂട്ടായ്മ ചെയ്യുക, കൂട്ടായ്മ ആചരിക്കുക, കൂട്ടായ്മ ആചരിക്കാൻ മറക്കരുത് എന്നുള്ളതിനോട് ചേർത്ത് തന്നെ നന്മ എന്നുള്ള കാര്യവും നമുക്ക് ഓർക്കുവാനായി സാധിക്കും. ഒരു ദൈവ പൈതൽ നന്മ ചെയ്യുന്നവരായിരിക്കണം. ഇവിടെ ഈ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവര് സൽപ്രവർത്തികളും ചെയ്യുന്നവരായിരിക്കണം. പലപ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിച്ചവർക്കറിയാൻ കഴിഞ്ഞ നാളുകളില് പെന്തക്കോസ്തുകാരല്ലേ വേർപെട്ട ദൈവമക്കളെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു ലോകമാണ്. ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. അവരിങ്ങനെ പറയും, നിങ്ങൾ ഉറക്കെ പാടും, ഹല്ലേലൂയ പറയും, പക്ഷെ എന്താ അറ്റ കൈക്ക് അർത്ഥ കൈ, അതെനിക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. അർത്ഥ കൈയാൽ ഉപ്പ് വരച്ച് എന്തൊരു പ്രയാസം. അത് ഹീലിങ്ങിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മളെ കുറിച്ചും പറയുമായിരിക്കും, ആളുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കാറുണ്ട്, സൂക്ഷിച്ച് നോക്കാറുണ്ട്. ചർച്ച വരുമ്പോ ഭയങ്കരമായ സാക്ഷ്യം. പക്ഷെ അയലോക്കക്കാരുമായിട്ട് എന്നും വഴക്ക. അതിരുകല്ലിന്റെ കാര്യത്തിൽ വഴക്ക്, ആ മാങ്ങ അങ്ങോട്ട് വീണു, അത് പറക്കാൻ ചെന്നപ്പോൾ ഇപ്പുറത്തുകാർ പറക്കിപ്പോയി, അല്ലെങ്കിൽ പറങ്ങിപ്പഴം കൊണ്ടുപോയി. ഈ കൊച്ചു കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കുകയും ചർച്ചിൽ വന്ന് ഉറക്കെ വലിയ വായിൽ ബഹളം വെച്ച് പ്രാർത്ഥിക്കുകയും സാക്ഷി പറയുകയും ചെയ്യും. പക്ഷേ ഇത് രണ്ടും കൂടെ ഒത്തുപോകാൻ പറ്റിയതല്ല. ആരാധിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവര് നന്മ ചെയ്യുന്നവരായിരിക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ ജീവിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഭക്തി പ്രവൃത്തിയിലൂടെ കാണിക്കണമെന്ന് വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭക്തി പ്രവൃത്തിയിലൂടെ കാണിക്കുന്നില്ല എങ്കിൽ ആ ഭക്തി കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. 2-ാം അധ്യായത്തിന്റെ യാക്കോബ് 2:17 ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസം പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. അപ്പോൾ നാം വിശ്വസിക്കുന്ന, നാം ചെയ്യുന്ന ആത്മീക ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തണം. ഞാനൊരു ദൈവപൈതലാണെന്നുള്ളത് ആരാധനയ്ക്ക് വരുന്ന സഭയ്ക്കുള്ളിൽ അല്ല, അവിടെ മാത്രമല്ല കാണേണ്ടത്. നാം ജോലി ചെയ്യുന്നിടത്ത്, നാം മാർക്കറ്റിൽ പോകുന്നിടത്ത്, നാം മറ്റുള്ളവരോട് ഇടപെടുന്നിടത്ത് ഒക്കെ നാം ഒരു ദൈവപൈതലാണ് എന്നുള്ളത് ലോകം കാണുവാൻ തക്ക ഇടയാകേണ്ടത് ആവശ്യമാണ്. 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും അവിടെ പറയുകയാണ്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ദൈവവചനം അതുപോലെ അതിന്റെ ഗൗരവത്തിൽ, അതിന്റെ അർത്ഥത്തിൽ തന്നെ എടുക്കാൻ നാം ദൈവമക്കൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പോലും ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്താത്തവരെ യെശയ്യാ പ്രവാചകൻ വിമർശിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം സംസാരിക്കുകയാണ്. 58-ാമത്തെ അധ്യായത്തിൽ, യെശയ്യാവ് 58-ാമത്തെ അധ്യായത്തിൽ അവിടെ അനേക കാര്യങ്ങൾ യെശയ്യാവ് പ്രസ്താവിക്കുന്നുണ്ട്. അവിടെ പറയാണ്, നിങ്ങളുടെ ഉപവാസം എന്തിനാണ്, നിങ്ങളുടെ പ്രാർത്ഥന എന്തിനാണ്,
ദൈവം ഇച്ഛിക്കുന്ന ഉപവാസം, ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന എന്താണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5-ാം വാക്യം മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ, തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നതോ ഉപവാസം. ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നു അല്ലയോ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. നമുക്കൊക്കെ പരിചയമുള്ള വാക്യമാണിത്. അവരുടെ ഉപവാസമല്ല ദൈവം നോക്കുന്നത്, അവരുടെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുത്തണമെന്നാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിച്ച 2-ാം അധ്യായത്തിന്റെ 17 വായിച്ചത്. അതിന്റെ മേളത്തെ ഭാഗത്തും വളരെ ശക്തമായി യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങളുണ്ട്. 15 വാക്യങ്ങൾ: ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങൾ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീക്കായുകയും വിശപ്പടക്കുകയും ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാകിയാൽ എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശ്വാസത്തെ നാം വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നന്മ ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. നാം സ്വർഗത്തിൽ പോകുവാൻ വേണ്ടിയല്ല നന്മ ചെയ്യുന്നത്, ദൈവമക്കളാകുവാൻ വേണ്ടിയല്ല നന്മ ചെയ്യുന്നത്, രക്ഷ കിട്ടാൻ വേണ്ടിയല്ല നാം നന്മ ചെയ്യുന്നത്. നാം ദൈവമക്കളായി തീർന്നത് കൊണ്ടാണ് നന്മ ചെയ്യേണ്ടത്. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ സ്വഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്. ദൈവം വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ നാം ദൈവത്തോട് എങ്ങനെ ചെയ്തു എന്നുള്ളതനുസരിച്ച് ചെയ്തിരുന്നെങ്കിൽ നമ്മളാരും ഇന്നായിരിക്കുന്ന പോലെ ഭൗതികമോ ആത്മീയമായ ഒന്നും നാം വരികയില്ലായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് അതേ സ്വഭാവമാണ് അവന്റെ മക്കളായി നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. സദൃശവാക്യങ്ങളിലെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. 19-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, നന്മ ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നു. അത് യഹോവയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ്. സദൃശവാക്യങ്ങൾ 19-17 അവിടെ പറയാണ്, എളിയവനോട് കൃപ കാണിക്കുന്നവൻ. നല്ല കാര്യമാണ്. ദൈവത്തിന് വായ്പ കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സാധുക്കളെ സഹായിച്ചാൽ, ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ സഹായിച്ചാൽ അത് ദൈവത്തിന് വായ്പ കൊടുക്കുന്ന പോലാണ്. ഇനി 28-ാം അധ്യായം 27-ാം വാക്യം, അവിടെ നമ്മൾ വാക്യത്തിൽ ഇനിയുണ്ടെന്ന് തോന്നുന്നു. അടുത്തത് ഏറിയ ശാപം ഉണ്ടാകും, കുറച്ചിലുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ലാക്ക് വരത്തില്ല ഒന്നിനും. നെവർ വാണ്ട്സ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. സാധുക്കളെ എളിയവരെ സഹായിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറക്കുമെന്നാണ്. എന്നാൽ കണ്ണടച്ച് കളയുന്നവൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് കാണാതെ പോകുന്ന ആളുകൾക്ക് ശാപം ഉണ്ടാകുമെന്നാണ് സദൃശവാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവസരം ലഭിക്കുന്ന പോലെ എല്ലാവർക്കും നന്മ ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി. ഓരോ ദൈവത്തിലും നോക്കിയിരിക്കണം നന്മ ലഭിക്കാൻ, നന്മ ചെയ്യുവാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ. സാധാരണ നാം അങ്ങനെയല്ല ചെയ്യുന്നത്, തിരിച്ചാ ചെയ്യുന്നത്. നമുക്ക് വിചാരിച്ചു അവിടെ നന്മയുടെ കാര്യമല്ലോ. അപ്പോൾ അവസരം കിട്ടുന്നത് പോലെ, അപ്പൊ നമ്മള് സാധാരണ ആർക്കെങ്കിലും വല്ലതും ചെയ്യണോ, പൊതുവെ ഞാനങ്ങ് പറയുന്നത് ഇവിടെ ആരുടെയും കാര്യമല്ല കേട്ടോ. ഏതെങ്കിലും ഉപകാരമൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുന്നത്. എന്നാൽ ഇവിടെ ഗലാത്യ ലേഖനത്തിൽ പറയാണ്, അവസരം കിട്ടുന്നത് പോലെ എവിടെയെല്ലാം ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അവിടെയെല്ലാം ദൈവത്തിന് നന്മ ചെയ്യുന്നവരായിരിക്കണം. വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. തീത്തോസ് 2:14 തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാണ്, ദൈവം നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്, ദൈവം നമ്മെ വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? നാം നന്മ ചെയ്യുന്നവരായിരിക്കണം. നന്മ ചെയ്യുന്നതിൽ എന്തു വേണമെന്ന് പറയുന്നത്?
ശുഷ്കാന്തിയുള്ളവരായിരിക്കുമെന്നാണ്. തീത്തോസ് 2:14 പറയുന്നു, നന്മ ചെയ്യുന്നതിൽ സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ നാം ശുഷ്കാന്തിയുള്ളവരായിരിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2 തെസ്സലോനി 3:13 പറയാണ്, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്, നാം അത് ക്ഷീണിച്ചു പോകരുത്. ഇത്രയും നാളും ചെയ്തിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്തത്, അവൾ അങ്ങനെ ചെയ്തത്, ഇതൊന്നും നമ്മെ ധരിക്കുവാൻ ഇടയാകരുത്. നാം ഒരു ദൈവത്തിലായതുകൊണ്ട് നന്മ ചെയ്യുന്നവരായിരിക്കണം. നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാണനെ സൃഷ്ടാവിങ്കിൽ ഫലമേൽപ്പിക്കുക അത്ര വേണ്ടത് എന്ന് പത്രോസ് തന്റെ ലേഖനത്തിലും പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ നന്മയും കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ അടുത്ത പ്രാവശ്യം ചിന്തിക്കുവാൻ ഇടയായി തീരട്ടെ. അപ്പോൾ നന്മയും കൂട്ടായ്മയും അത് ദൈവം പുതിയ നിയമവിശ്വാസിക്ക് പറഞ്ഞിരിക്കുന്ന യാഗമാണ്. അത് നാം ചെയ്യണം. അപ്പോൾ ദൈവത്തിന് ഇടപെടാതെ സ്തോത്രം അർപ്പിക്കണം. നന്മയും കൂട്ടായ്മയും ആചരിപ്പാൻ, നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിപ്പാനും മറന്നു പോകരുത്. ഈ വക യാഗത്തിനല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലൂടെ ഒരു ദൈവത്തിലാണെന്നുള്ളത് വെളിപ്പെടുവാൻ തക്കം ഇടയായി തീർന്നിട്ടുണ്ടോ? എത്രയോ കാര്യങ്ങൾ നന്മ ചെയ്യുവാനായിട്ട് നമുക്കിടയായി തീരും. കഴിഞ്ഞ നാളുകളിൽ ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ മറ്റ് ദൈവമക്കൾ നന്മകൾ അതാത് സമയത്ത് ചെയ്തുകൊണ്ട് കൃപയിൽ വന്നവരുണ്ട്. അവരെ ആവശ്യത്തിൽ സഹായിച്ചതുകൊണ്ട്, അവരുടെ കഷ്ടപ്പാടുകളിൽ പോയി അവരെ ഒന്ന് ആശ്വസിപ്പിച്ചതുകൊണ്ട്, അവരുടെ ഞെരുക്കത്തിൽ അവർക്കൊരു ഹെൽപ്പായി നിന്നതുകൊണ്ട് എത്രയോ പേർ ദൈവഭാഗത്ത് വരുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ നാം ഇരിക്കുമ്പോൾ ഇവിടെ ആവശ്യത്തിൽ ഇരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ബേബി സിറ്റിംഗ് പ്രോബ്ലം ഉള്ളവർ, റൈഡിന് ആവശ്യമുള്ളവർ, അല്ലെങ്കിൽ ശരീരത്തിന് പ്രയാസമായി വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നവർ. അങ്ങനെ ചെയ്ത പലരുടെയും കാര്യങ്ങൾ ഈ രാജ്യത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ നെയ്ബേഴ്സിന്റെ പുല്ല് വെട്ടിക്കൊടുത്തതിന്റെ ഫലമായി അവരുമായി അടുപ്പത്തിലാകുകയും അധികം താമസിയാതെ ആ ചർച്ചിൽ വന്ന് അംഗത്വം സ്വീകരിക്കുവാൻ, വിശ്വാസിയായി തീരുവാൻ ഇടയായി തീർന്ന കാര്യത്തെ കുറിച്ച് വായിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവം നമ്മെ വിളിച്ചത് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ്. നന്മ ചെയ്ത് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് അഭയം ദൈവം അത്ര എന്നുള്ള പാട്ടിന്റെ ഒരടി ഇങ്ങനെയാണ്. നമുക്ക് ഒന്നിച്ചത് പാടാം. നന്മ ചെയ്തും നാട്ടിൽ പാർത്തും നമുക്കു ദൈവ സേവ ചെയ്യാം. നന്മ ചെയ്തും നാട്ടിൽ പാർത്തും നമുക്കു ദൈവ സേവ ചെയ്യാം. ആശ്രയിക്കാം അവരിൽ മാത്രം, ആഗ്രഹങ്ങൾ തരുമവൻ. ആശ്രയിക്കാം അവരിൽ മാത്രം, ആഗ്രഹങ്ങൾ തരുമവൻ. നമുക്കഭയം ദൈവമത്രേ, മനുഷ്യഭയം വേണ്ടിനിയും നമുക്കഭയം